ഹായ്, നദാൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗാണിത്. ഈ വ്ളോഗ് എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, നമ്മൾ എവിടെ പോകുന്നു ഒന്നും യാതൊരു പ്ലാനും ഇല്ലാതെ തുടങ്ങിയതാണ്. ആക്ച്വലി 2 ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് തിരിച്ച് എറണാകുളം വരാൻ വേണ്ടി നിന്നിട്ടാണ് നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം കണ്ടത്. ജോയലന്മാർ 2 പേരുണ്ടായിരുന്നു, ഏബല്, ഡേസി, ശില്പ, പിന്നെ ക്രിസ്റ്റിക്കുട്ടൻ. ഞങ്ങളെല്ലാം കൂടെ എറണാകുളം പോരാൻ തീരുമാനിച്ചു. ജസ്റ്റ് വൈപ്പിൻ ബീച്ച് വരെ പോകാം എന്നുള്ള ഒരൊറ്റ പ്ലാനിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫെബിജാസ് മിസ്സിങ് ആണ്. പിന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജോയലാണ് വണ്ടി ഡ്രൈവ് ചെയ്തത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോരുകയാണ്. അതങ്ങോട്ടെ മാക്സിമം ഈ റൈഡ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് അവന് ഗേൾസിനേക്കാൾ കൂടുതൽ ഇഷ്ടം എപ്പോഴും ചേട്ടന്മാരോടാണ്. അപ്പം അവന്മാരുള്ളതായിരുന്നു ആ യാത്രയുടെ ഏറ്റവും വലിയ, അവനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ. പിന്നെ എന്താണെന്നറിയില്ല, തൃപ്പൂണിത്തുറ കഴിഞ്ഞിട്ട് ആ മെട്രോ കണ്ടു തുടങ്ങുമ്പോൾ തൊട്ടൊരു വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ നാടല്ല, നമ്മുടെ വീട് ഇവിടെയല്ല എന്നാൽ കൂടെ കൊച്ചിയിൽ നിന്ന് ചില റീൽസിലൊക്കെ കാണുന്നത് കൊച്ചി ഒരു വികാരമാണ്. അവളിലേക്ക് എത്തിയവരെയൊന്നും തിരിച്ചു വിടാതിരിക്കാനുള്ള എന്തോ ഒരു മാസ്മരിക ശക്തി ശരിക്കും കൊച്ചിക്കുണ്ട്. അത് കൊച്ചിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ അത് പറഞ്ഞ ഇച്ചിലൂടെ കണക്റ്റഡ് ആവുകയുള്ളൂ. അങ്ങനെ നമ്മളെത്തി. വൈപ്പിൻ ബീച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിലും നമ്മൾ ആദ്യം വീട്ടിൽ കയറി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്. ഇവർ ജോയിലൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ശില്പയൊക്കെ ആദ്യമായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ അവിടെ കണ്ട് നമ്മൾ പപ്പായുടെ ഓഫീസ് കാണിച്ച് ഞങ്ങൾ വൈപ്പിൻ ബീച്ചിലോട്ട് പോയി. പിന്നെയാണ് പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്കെന്നാൽ ഫാൽക്കൺ ബീച്ചിലേക്ക് പോകാം എന്ന് ഒരു ഒപ്പീനിയൻ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബീച്ച് സൈഡ് പേഴ്സണേ അല്ല, ഞാൻ ആക്ച്വലി ഒരു ഹിൽ സൈഡ് പേഴ്സണാണ്. എനിക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എന്താ പറയുക, നമുക്കിപ്പം ഏറ്റവും അടുത്ത് നമുക്ക് പോകാനും ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലം ഇതായതുകൊണ്ട് നമ്മൾ വരുന്നു എന്നല്ലാതെ ഞാനൊരിക്കലും അവിടെ അത്ര എൻജോയ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ പോയി ഇങ്ങനെ മാറിയെന്ന് ജസ്റ്റ് ഇങ്ങനെ കാണും, വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കും എന്നല്ലാതെ നമ്മളൊരു എൻജോയ് ചെയ്യുന്നില്ല. അതേസമയം നദാൻകുട്ടൻ അത് എക്സ്ട്രീം ലെവലിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. വെള്ളത്തിലിറങ്ങാനും മണ്ണിൽ കളിക്കാനും സാൻഡ് കാസിൽസ് ഉണ്ടാക്കാനൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആക്ച്വലി അവനെ അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ ഒരു ദിവസം വീട്ടിലിരുന്ന് മുഷിയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വെളിയിൽ പോവുക, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നദാൻകുട്ടിന് പിന്നെ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതിത്ര ആൾക്കാർ വരാത്ത സ്ഥലമൊന്നുമില്ല. നല്ല ആൾക്കാർ വരുന്ന, അല്ലെങ്കിൽ ഫാമിലീസ് വരുന്ന, കപ്പിൾസ് വരുന്ന നല്ലൊരു സ്പോട്ടാണ്. മാത്രമല്ല ഇവിടെ കുറേ ഗ്രീനറി ആയിട്ട് നമുക്ക് നല്ല ഷെയ്ഡും കിട്ടുന്നൊരു സൈഡ് കൂടിയാണ്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ബീച്ചിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് കുറേ നേരം പോയി മണ്ണിലിങ്ങനെ കുറേ നേരം ഇരുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഒരു കഥയുണ്ട്, 2 കൂട്ടുകാർ തമ്മിലിങ്ങനെ പോയപ്പം താനുമായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ കടൽ തീരത്തെ മണൽത്തരിയിൽ എഴുതി വെക്കുകയും തനിക്ക് നന്മ ചെയ്ത, ഗുണം ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പാറമേൽ എഴുതുകയും ചെയ്തു. അപ്പം കൂട്ടുകാരൻ ഇങ്ങനെ ചോദിച്ചു, നീ എന്താ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ജീവിതത്തിൽ മോശമായി സംഭവിച്ചതെല്ലാം മറന്നു പോകാനുള്ളതാണ്. ശരിയാ, നമുക്ക് കുറേ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്തിരുന്നൊരു സമയത്താണ് ഇങ്ങനെയൊരു യാത്ര പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പോരാൻ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ബീച്ച് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ്. ബട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അത് പോയില്ല എന്ന് എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. കാരണം ഞാൻ ആകെ ഇതായിട്ടിരുന്നിട്ട് എനിക്ക് ആകെ തലവേദനയോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ അവിടെ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം സത്യമാണ്, കടലിൽ തിരയെണ്ണ ഇരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ചിന്തിക്കാനും, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് ഭയങ്കര ഫ്രീ ആയിരുന്നു. നദാൻകുട്ടനെ ഇവരങ്ങ് കൊണ്ടുപോയതുകൊണ്ട് ഞാൻ അവിടെ വളരെ ഫ്രീ ആയിട്ട് എന്താ പറയുക, റിലാക്സ് ആയിട്ട് കുറച്ചൊരു മീ ടൈം എനിക്ക് കുറേ ടൈം കിട്ടി. എനിക്ക് മീ ടൈം എന്ന് പറയുന്നത് വളരെ ലെസ്സായിട്ട് കിട്ടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മീ ടൈമേ കിട്ടാറില്ല. അതേ നദാൻകുട്ടനെ ഏവലിൻ്റെ ഒക്കെ കൂടി ഇരിക്കുന്നത് ഞാൻ ആദ്യം നോക്കി, നദാനെ മണ്ണ് വാരല്ലേ, ചെളി വാരല്ലേ എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ ഞാൻ ഓർത്ത് അവൻ എൻജോയ് ചെയ്യട്ടെ, നമുക്ക് വെള്ളം മേടിച്ച് കൈയും കാലൊക്കെ കഴുകാം. ബട്ട് നമ്മൾ കൊടുക്കുന്ന കുറേ റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ കൊടുക്കുന്ന കുറേ സ്ട്രെസ്സ് അവനെ മാത്രമല്ല അത് എന്നെയും ഭയങ്കര മോശമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഭയങ്കര ഒരു സത്യം കേട്ടോ. അപ്പം ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്ന കാണുക, നമ്മളെ കുറേ നേരം വെറുതെ വിടുക. അപ്പോൾ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ടിപ്പാണ്, എന്നെ വെറുതെ വിടുക. ഓക്കെ,
ബാക്കി കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചാലും ലെറ്റ് ഇറ്റ് ഗോ എന്നൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ എന്നെ ഇങ്ങനെ പതിയെ കൊണ്ടുവന്ന് തുടങ്ങിയാണ്. അതിന് ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് എനിക്കുണ്ട്, എന്നാൽ കൂടെ എന്നെ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു സ്പോട്ടായിട്ട് ഇനി ഈ ഫാൽക്കൺ ബീച്ച് എൻ്റെ മനസ്സിലുണ്ടാവും. കാരണം കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചൊരു സ്ഥലമാണ്. കുറേ എന്താ പറയുക, വാലൻറ്റൈൻസ് ഡേയുടെ സെലിബ്രേഷൻസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അവിടെ. കുറേ നേരം മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളവിടെ നിന്നു. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സാറ്റർഡേ സൺഡേ കിട്ടി വെറുതെ വീട്ടിൽ നിന്ന് കളഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയതിനെന്ന് തോന്നിയ ഒരു കമ്പനി കിട്ടിയൊരു സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ ബീച്ച് സൈഡിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു. ഫുഡ് എറണാകുളത്ത് വന്നാൽ ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിൽ ഞങ്ങൾ സെല്ലോണിൽ പോവും. മന്തിയാണ് കഴിക്കുന്നതെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ ചാർക്കോൾ ഷാക്കാണ് ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു, ഓക്കെ നമുക്ക് ചാർക്കോൾ ഷാർക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നാദാങ്കൂട്ടനും അതാണ് ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്തത്. പിള്ളേർ സെറ്റെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചാർക്കോൾ ഷാർക്കിലോട്ടാണ് പോയത്. അവിടെ ചെന്നു ഫുഡ് ഓർഡർ ചെയ്തു. വളരെ നീറ്റ് ഫുഡായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പുള്ള ചടങ്ങാണല്ലോ ഫോട്ടോസും വീഡിയോസും എടുക്കുക. അപ്പോൾ ഇതൊന്നും എടുത്തിട്ട് വേണമായിരുന്നു നാദാങ്കൂട്ടിന് കഴിക്കാൻ. അവൻ ഗീവ് മീ എന്നൊക്കെ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. ഞങ്ങളെ ഇവിടെ തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടാക്കിയിട്ടാണ് ഇവരെല്ലാം പോയത്. അപ്പം ഒരു വണ്ടി നിറയെ സ്നേഹവും സന്തോഷമൊക്കെ ആയിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കി. ഞങ്ങളുടെ ഡേ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് സന്തോഷിപ്പിച്ച് എല്ലാവരോടും ഞങ്ങൾ ബൈ ബൈ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ഓക്കെ, ബൈ.